സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഹേറ്റേഴ്സുള്ള രണ്ടുപേരാണ് ശാരികയും രേണുസുധിയും. ബിഗ് ബോസ് വീടിന് പുറത്തെ പോര് വീടിനകത്തും ഇരുവരും തുടരുമോ എന്നാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത്. ഒരു അഭിമുഖത്തിന്റെ പേരിൽ പരസ്പരം കൊമ്പുകോർത്ത രണ്ടുപേരാണ് രേണുസുധിയും ഇന്റർവ്യൂവറായ ശാരികയും. ഇരുവരും ബിഗ് ബോസ് മലയാളം സീസൺ 7 മത്സരാർത്ഥികളാണിപ്പോൾ. ഇരുവർക്കും ഫാൻസിനോളം തന്നെ ഹേറ്റേഴ്സുമുണ്ട് സോഷ്യൽ മീഡിയയിൽ. അതിനാൽ തന്നെ നെഗറ്റീവ് കമന്റുകളെ ഭയപ്പെടാതെയാവും ഇരുവരുടെയും ഗെയിം പ്ലാൻ എന്നുറപ്പാണ്. അതിനപ്പുറം രണ്ടുപേരും തമ്മിലുള്ള സമവാക്യം എന്തായിരിക്കും, ഇരുവരും മുഖാമുഖം എത്തുമ്പോൾ ഹൗസിനകത്ത് എന്താവും സംഭവിക്കുക എന്നൊക്കെയാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത്. ഇരുവർക്കുമിടയിൽ സൗഹൃദം പുലരുമോ അതോ ശത്രുക്കളായി ചേരിതിരിയുമോ എന്ന് കണ്ടറിയാം. സമൂഹമാധ്യമങ്ങളിൽ വലിയ അലയൊലികൾ സൃഷ്ടിച്ച് താരമാവുകയാണ് രേണുസുധി. മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരനായിരുന്ന നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുധിയുടെ മരണത്തിന് പിന്നാലെയാണ് രേണുസുധി സമൂഹമാധ്യമങ്ങളിൽ സജീവമാകാൻ തുടങ്ങിയത്. റീൽസ് വീഡിയോകളിലൂടെയും മ്യൂസിക് ആൽബങ്ങളിലൂടെയും ഫോട്ടോഷൂട്ടുകളിലൂടെയും സമൂഹമാധ്യമങ്ങളിൽ തിളങ്ങുകയാണ് രേണു. സിനിമാ പിന്നണി ഗാനരംഗത്തും രേണു സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ഈ അടുത്ത് രേണുവിൻ്റെ റാപ്പ് വാക്ക് വീഡിയോയും വൈറലായിരുന്നു. ഫാഷൻ ഷോയിലെ തനി മലയാളി പെണ്ണായി എത്തിയ രേണുവിൻ്റെ ചിത്രങ്ങളും വീഡിയോയുമാണ് വൈറലായത്. അവതാരകയായ ശാരിക ബിഗ് ബോസിലേക്ക് ഓൺലൈൻ ചാനൽ അഭിമുഖങ്ങളിലൂടെ ശ്രദ്ധ നേടിയ ശാരിക അവതാരകയ്ക്ക് പുറമെ വ്ളോഗർ കൂടിയാണ്. രേണുസുധിയുമായി ശാരിക നടത്തിയ അഭിമുഖം വലിയ രീതിയിലുള്ള വിമർശിക്കപ്പെട്ടിരുന്നു. രേണുവിനെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ശാരിക ചോദിച്ചത്. ഒരു ഇന്റർവ്യൂവറുടെ പരിധി ശാരിക ലംഘിച്ചു എന്നായിരുന്നു സോഷ്യൽ മീഡിയയുടെ വിമർശനം. എന്തായാലും ബിഗ് ബോസ് വീടിന് പുറത്തെ പോര് വീടിനകത്തും ഇരുവരും തുടരുമോ എന്നാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത്. ഇത് ഇവർ തമ്മിലുള്ള നാടകമാണോ എന്നുള്ള രീതിയിലുള്ള സംശയങ്ങളും ഉന്നയിക്കുന്നുണ്ട്.